എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ബേൺഡ് ഗാർലിക് നൂഡിൽസാണ്. വളരെ പോപ്പുലറായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ സ്നേഹത്തോടുകൂടി മറ്റൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്ക്. തീർച്ചയായിട്ടും അത് കമൻസ് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലേ, അതൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. ബെല്ലൈക്കൺ വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനുടൻ ലഭിക്കുന്നതായിരിക്കും. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഞാനൊരു സ്ലൈഡായിട്ട് ഏറ്റവും ഒടുവിൽ, വീഡിയോയ്ക്ക് ഒടുവിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് കൊടുത്തേക്കാം. ഓരോന്നും പറഞ്ഞ് സമയം കളയണ്ടല്ലോ. വീഡിയോ സാധാരണയായി ഞാൻ വളരെ ചുരുക്കിയാണ് ഞാൻ ഇടുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കൂടെ ശ്രമിക്കണം. ചെറിയ ചെറിയ ടിപ്പുകൾ നിങ്ങൾ ഇടയ്ക്ക് മിസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ റെസിപ്പി ഉണ്ടാക്കി കഴിയുമ്പോൾ അതുപോലെ തന്നെ വരണം എന്നില്ല. നിങ്ങളുടെ സമയത്തെയൊക്കെ മാനിച്ച് കാട് കയറാതൊക്കെയാണ് ഞാൻ വീഡിയോസ് ഇടാൻ ശ്രദ്ധിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ബേൺഡ് ഗാർലിക് നൂഡിൽസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളം നല്ല തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ആ നൂഡിൽസ് ഇടാം. ഇത് ഒരു മാക്സിമം 3 മിനിറ്റ് വെള്ളത്തിനകത്ത് ഇടാവും. ഓവറായിട്ട് വെന്ത് പോകാൻ പാടില്ല. ഞാനൊരല്പം സെസമി ഓയിൽ ഒഴിക്കുകയാണേ, അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. അത് ഏകദേശം വേഗണം, ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. അതാണ് അതിൻ്റെ കണക്ക്. ഞാൻ ഉപയോഗിക്കുന്നത് ചിങ്സിൻ്റെ ഹക്ക നൂഡിൽസാണ്. ഇതിപ്പം 3 മിനിറ്റായി. ഡ്രെയിൻ ചെയ്ത് കളയാൻ പോവാം വെള്ളം. തന്നെയല്ല, ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് അതുപോലെ തന്നെ പച്ചവെള്ളത്തിൽ ഉടൻ തന്നെ റണ്ണിങ് വാട്ടറിലൊന്ന് കഴുകുകയും ചെയ്യണം. കഴുകി ഞാനത് ആ സ്ട്രെയിനറിനകത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. ഇപ്പം ഞാനൊരു ശകലം കൂടെ സെസമി സീഡ്, എള്ളെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒഴിക്കാം, വേറെ ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. പക്ഷേ പിന്നെ വെളിച്ചെണ്ണ അത്ര നല്ലതായിരിക്കത്തില്ല. അപ്പോൾ ഞാൻ തീ കത്തിച്ചു, നമ്മുടെ നൂഡിൽസിനുള്ള വോക്ക് വെച്ചു. ഇച്ചിരി ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടറും ഗാർലിക്കും കൂടെ ഒരു ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. ബട്ടർ ഉരുകട്ടെ. ഉരുകുന്നുണ്ട്. ഇതിനകത്തേക്ക് ക്രഷ്ഡ് ഗാർലിക് ഇടാം. ഈ ഗാർലിക് എത്രയും കൂടുതലുണ്ടോ അത്രയും നല്ലതാണ്. എന്ന് വെച്ചാൽ ബേൺഡ് ഗാർലിക് ആണല്ലോ. ബേൺഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കരിഞ്ഞു പോകുന്നതെന്നാണ് അതിൻ്റെ അർത്ഥമെങ്കിലും കരിഞ്ഞു പോകാൻ പാടില്ല. നല്ല ഡാർക്ക് ബ്രൗൺ, നല്ല ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. ഇതിപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള കളറായി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരു ഓണിയൻ, അത് ചെറുതായിട്ട് അരിഞ്ഞിടണേ. അതായത് കട്ടി കുറച്ച്, നീളത്തിലിടാം, പക്ഷെങ്കിൽ കട്ടി കുറച്ചതായിരിക്കണം. പിന്നെ ക്യാപ്സിക്കം, ഇതിനെ ഒരുപാട് വെജിറ്റബിൾസ് ഇടരുത്. അപ്പം ഇതിട്ട് കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി ഫ്ലെയിമും കൂടെ ഒന്ന് കൂട്ടി വെക്കണം. ഇതൊന്ന് വഴന്നോട്ടെ. അതിനോടൊപ്പം തന്നെ സ്പ്രിങ് ഒണിയൻസും. ഇത്ര മതി ഈ ബേൺഡ് ഗാർലിക് നൂഡിൽസിന്. കാരണം ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം ഗാർലിക് തന്നെയാണ്. ഇതൊന്ന് വഴന്നോട്ടെ. ഇപ്പോൾ ശകലം കൂടെ ഒന്ന് തീ കൂട്ടി വെക്കണേ. ഈ ചൈനീസ് കുക്കിംഗ് എല്ലാം ഇച്ചിരി തീ കൂട്ടി വെച്ച് ചെയ്യുന്നതാണല്ലോ. അപ്പം ഇത് ഇച്ചിരി ഒന്ന് തീ കൂട്ടി വെച്ച് ഇതൊന്ന് വഴലാനായിട്ടുള്ള സമയം കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് വഴലാൻ. ഗാർലിക്കൊക്കെ സൈഡിലോട്ട് മാറ്റി വെച്ച് ഈ ക്യാപ്സിക്കവും ഇതും നടുക്കോട്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതിന് കൂടുതൽ തീ കിട്ടുമല്ലോ. അതിപ്പം ഹൈ ഫ്ലെയിമിൽ ഇച്ചിരി നന്നായിട്ട് റോസ്റ്റ് പോലെ അല്ല വഴന്നിട്ടുണ്ട്. ഒരു ശകലം സോയി സോസ് ഒഴിക്കാം നമുക്ക്. സോയി സോസിന് നന്നായിട്ട് ഉപ്പുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇടാം. ഈ നൂഡിൽസിനകത്ത് നമ്മൾ ഓൾറെഡി സെസമി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ബട്ടറും സെസമി ഓയിലും എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ഒരല്പം വിനെഗർ ഒഴിക്കാം. ഇത് ഓയിസ്റ്റർ സോസാണ്. ഇതാരെങ്കിലും അലർജി ഉള്ളവരിത്, സീ ഫുഡൊക്കെ അലർജി ഉള്ളവരത് അവോയ്ഡ് ചെയ്യണം. ഓയിസ്റ്റർ സോസാണ്, നല്ലൊരു ഫ്ലേവർ കൊടുക്കും അത്. പിന്നെ കുരുമുളക്, അത് നമ്മുടെ ഫ്ലേവർ അനുസരിച്ച് നമുക്ക് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ സംഗതി. നമ്മുടെ നൂഡിൽസ് റെഡിയാകും. ഇപ്പോൾ ശ്രദ്ധിച്ചിതൊന്ന് നമുക്ക് മിക്സ് ചെയ്താൽ മതി. ബേൺഡ് ഗാർലിക് നൂഡിൽസ് റെഡിയാണ്. അപ്പം ഇതിന് നല്ല ഫ്ലേവറാണ്. ഒന്നാമത് ഇഷ്ടം പോലെ ഗാർലിക്, പിന്നെ അത് കഴിഞ്ഞിട്ട് പെപ്പർ. ഉഗ്രൻ റെസിപ്പിയാണ്. ഇന്ന് തന്നെ ട്രൈ ചെയ്തോളൂ.
നിങ്ങൾക്ക് ഈ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൂടൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ വ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതൊക്കെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെന്ത് എളുപ്പമാണെന്ന് നോക്കി നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ സോസസൊക്കെ ഒഴിക്കുന്നത് കാരണം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമുള്ള റെസിപ്പിയാണിത്. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പഴയ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണം. എല്ലാത്തരം ക്യൂസീൻസും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തായാലും അതിനകത്ത് കാണും. അപ്പം അതെല്ലാം നിങ്ങളൊന്ന് പോയി കാണണം. ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സ്പ്രിങ് ഓണിയൻസ് നമുക്കിടാം. അതുപോലെ തന്നെ കുറച്ച് ബേൺഡ് ഗാർലിക്കും മേലിലിടാം. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്തിരിക്കുന്നത് ബേൺഡ് ഗാർലിക് ഒരു റെസിപ്പി തന്നെയാണ്. സോസേജ് കൊണ്ട് റെസിപ്പിയാണ് ഇതിൻ്റെ കൂടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നോൺ വെജിൻ്റെ കൂടെ ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാര്യം ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പം ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നൊരിക്കലിടാം. ഇന്ന് സമയം കിട്ടിയില്ല റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.